അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ചപ്പലും കാര്യങ്ങളൊക്കെ അവിടെ കീപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഒളു എടുക്കുന്ന സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ എന്തായാലും നേരെ പോയി ആദ്യത്തെ വീഡിയോ കാണുക. അതിനുശേഷം ഞാൻ ജുമാക്ക് പള്ളിയിൽ കയറുന്നവരെ ഞാൻ ഒരു വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭായിമാർ ഞാൻ ആ നാട്ടുകാരനല്ലാന്ന് മനസ്സിലാക്കി എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒളു എടുത്തിട്ട് ആ സൈഡിൽ കാണുന്ന ലെഫ്റ്റ് ആ സ്റ്റെപ്പ് വഴി കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒളുവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പള്ളിക്കുള്ളിലോട്ട് കയറി. പള്ളി അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല, അതെടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി ചപ്പൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ആ ചപ്പൽ അവിടെ നിന്ന് 10 രൂപ ഒരു പെയറിന് 5 റുപ്പീസാണ് കീപ്പ് ചെയ്ത് വെക്കുന്നതിന്. അങ്ങനെ 2 പെയർ ഞങ്ങൾ വാങ്ങി, എൻ്റെ ചപ്പൽ വാങ്ങി. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ ചപ്പൽ 2 ഇട്ട ശേഷം ഞങ്ങളങ്ങനെ വീഡിയോയിലേക്ക് പുറത്തോട്ട് പോവുകയാണ്. അപ്പം അൽഹംദുലില്ലാ നമ്മുടെ ജുമാ നമസ്കാരം കഴിഞ്ഞു, പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ ചാലയെ പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ചാലയുടെ അതേ ഒരു വൈബാണ് ഫുള്ള് കാണുന്നത് മനസ്സിലാവില്ലേ. ഫുള്ളൊരു ചാല വൈബാണ്. സ്പെഷ്യലായിട്ട് വടപ്പാവും നമ്മുടെ ഇവിടുന്ന് ബജി വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാം 5 രൂപയുള്ളതാണ്. കുറച്ച് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് റൂമിലുള്ള കസിൻസിന് കൊടുക്കാനായി. ഓക്കെ എങ്ങനെയുണ്ടല്ലേ? സൂപ്പർ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിച്ചോളയാ കഴിച്ചോ. കോക്കനട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവമാണ്. കൊള്ളാം. നമ്മളപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൂമിലോട്ട് പോവാണ്. എന്നിട്ട് അവരെയും കൂട്ടി ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പം നമുക്ക് പോവാം ഗൈസ്. നമ്മളെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാണ് സദുവിൻ്റെ ഔട്ട്ഫിറ്റ് ഇന്ന്. അതുപോലെ തന്നെ നെസ്യാമാരുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. മറിയത്തിൻ്റെ ഔട്ട്ഫിറ്റ്, ഇത് ഐഷുമാരുടെ ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ ഇന്ന് ചുമ്മി ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഗൈസ്. അതുപോലെ നമ്മുടെ ക്യാമറമാൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പള്ളി പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കാം ഗൈസ്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് ഉച്ചഭക്ഷണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ പറയുന്നുണ്ട്. അതല്ലാന്നുണ്ട് കബബ് പാർക്കിൻ്റെ അടുത്തൊരു ഹോട്ടൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി അവർ പതിവുള്ള സംഭവം തന്നെയാണ്, റീൽസ് മേക്ക് ചെയ്യുവാണ്. അളിയൻ്റെ ഫോട്ടോഷൂട്ട് അടക്കുകയാണ്. പിന്നെ ലാൽബാഗ് എന്നുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ സദുന, ഹസ്ബൻഡ് അൻസർ അളിയൻ, പിന്നെ ഞാൻ, പിന്നെ പുറകിൽ ഓട്ടോയിൽ അവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ 3 പേര് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ലാൽബാഗ് എത്തിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. 4 പേരുണ്ട് കേട്ടോ, അവർ മക്കൾ 2 പേരുണ്ട്. യെസ്, ആ ഓട്ടോയിൽ കാണുന്നതാണ് ഗൈസ് അവർ. കണ്ടോ അല്ലയോ? ഒരേ ഫ്രെയിമിൽ എല്ലാവരും വന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ക്യാപ്സിക്കം ബജിയാണ് ഗൈസ്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും. കാരണം മുളക് ബജി, വട ബജി, അങ്ങനെ ഒരുപാട് ബജികൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാപ്സിക്കം ബജി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ്. കഴിച്ചിട്ട് എന്തായാലും റിസൾട്ട് പറയാം. ഓക്കെ, താങ്ക് യു. കഴിച്ചിട്ട് അഭിപ്രായം പറയണം. സതു സൂപ്പർ. ഷുമി വേണ്ടതാണ്. ക്യാപ്സിക്കം ബജി കൊള്ളാന്നാണ് പറയുന്നത് ഗൈസ്. അല്ലെ എങ്ങനെ ഉണ്ടല്ലേ?
സൂപ്പർ അല്ലേ? കാരണം നമ്മൾ വാഴയ്ക്ക ബജി, കത്തിരിക്ക ബജി, അങ്ങനെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ബജികൾ കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ ആണ്, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് പറയുന്നത്. സതു എങ്ങനെയുണ്ട്? സൂപ്പർ. കത്തിരിക്ക ബജി അങ്ങനത്തെ ഒരുപാട് ബജി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബജി ഫസ്റ്റ് ടൈമാണ്. ക്യാപ്സിക്കം ബജി അല്ലേ? എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. മറിയം ഒരു ബബിൾ ഷൂട്ടർ വാങ്ങിയിട്ടുണ്ട്. മറിയ ഇത് ആർക്കാണ്? മിർസിനെ മിസ് ചെയ്യുന്നുണ്ട്. മിർസിന് വേണ്ടി വാങ്ങിയതാണ്. അതുപോലെ ഇന്നലെ ഒട്ടിച്ച സ്ക്രീൻ കാർഡ് സതുവിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അങ്ങനെ വീണ്ടും 120 രൂപയ്ക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ കാർഡ് കൂടെ ഒട്ടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പം ബാംഗ്ലൂരിലെ കരിമ്പ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം. സതു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്ന് കയറിയത് ടർക്കിഷ് പാഷ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ്. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലൊന്നും പറയാനില്ല, എന്നാലും ഞങ്ങൾ നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ്റെ അടുത്തുള്ളതിൽ പക്ഷേ നല്ലൊരു ഹോട്ടൽ എന്നാണ് അവിടെയുള്ള ആൾക്കാർ നമ്മളോട് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനകത്തോട്ട് കയറുവാണ്. അവിടെ കുറച്ച് കോംബോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ബോർഡ് കാണിക്കുന്നുണ്ട്, ടർക്കിഷ് പാഷ എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പോവുകയാണ്. അവിടെ ഒരുപാട് കോംബോസും ഐറ്റംസും എല്ലാം ആ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതും കണ്ടിട്ട് ഒരെണ്ണം ചൂസ് ചെയ്ത് ബക്കറ്റ് ബിരിയാണി ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളവിടെ വന്ന് എല്ലാവരും സീറ്റിലോട്ടൊന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതാണ് ബാംഗ്ലൂർ ടർക്കിഷ് പാഷ ബിരിയാണി. ഓക്കെ, അല്ലയാ ഓക്കെ അല്ലേ ഭക്ഷണം? സതു ഓക്കെ അല്ലേ? ഐഷുമ, മറിയ, ചുമി, ഗുഡ്. ഓക്കെ, സൂപ്പർ. കബാബ് എങ്ങനെയുണ്ട് സതു? കബാബ് കബാബ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആവറേജ് ആണ് അവിടെ കബാബിൻ്റെ റെസിപ്പി എല്ലാവരും പറയണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ്. ഇനി അടുത്ത എങ്ങോട്ടാണ്? കപ്പൻ പാർക്ക്. ഓക്കെ, അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കപ്പൻ പാർക്കിലോട്ട് പോവാണ്. നിശ്ചയമ്മ, ഐഷുമ്മ, മറിയാം, അളിയാ, ഓക്കെ പോവല്ലോ ഗായ്സ്. ഞങ്ങൾ ചെറിയൊരു അഡ്വഞ്ചറായിട്ട് സ്ട്രോബെറി ഒക്കെ കഴിച്ച് ഓട്ടോയിൽ പോവാണ്. ഓട്ടോ മൊത്തത്തിൽ ഫുൾ ലോഡാണ്. എന്തായാലും നമ്മൾ ഓക്കെ ചുമി ഗൈസ്, ഓട്ടോ ഫുള്ളി ലോഡഡ് ആയിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ ഗൈസ്, വണ്ടി ചെറിയ വലിവ് കാര്യങ്ങൾ കുറവുണ്ട്, ഫുൾ ലോഡാണ്. നമ്മളിപ്പോൾ എന്തായാലും കപ്പൻ പാർക്ക് ഏതാനും ഒരു 2-3 മിനിറ്റിനകത്ത് അവിടെ എത്തും. നമ്മളിപ്പോൾ കപ്പൻ പാർക്കിൻ്റെ ഫ്രണ്ട് മെയിൻ ഗേറ്റിലാണ് ഗൈസ്. സതു, അല്ലയോ ചുമി, കപ്പൻ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്. ഞങ്ങളിപ്പോൾ ഉള്ളിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കപ്പൻ പാർക്കിൻ്റെ എൻട്രൻസ് വഴി കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ്. അതായത് എത്രയോ ഏക്കറിലാണ് ഈ ഒരു കപ്പൻ പാർക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളും തണലുകളും നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയിൽ സ്ട്രീറ്റിംഗ് ചെയ്യുന്ന ഒരു കുഞ്ഞുമോൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ല വളരെ മനോഹരമായിട്ട് പീസ്ഫുള്ളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കപ്പൻ പാർക്ക്. എൻ്റെ അഭിപ്രായമാണ് പേഴ്സണലി. ലവേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കപ്പൻ പാർക്ക് ഇൻ ബാംഗ്ലൂർ. അതുപോലെ കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കാരണം വലിയ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് നടക്കാനും കുറച്ച് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കപ്പൻ പാർക്കിൻ്റെ ഉള്ളിലൂടെ കയറി വരുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്ന ഒരു സംഭവമാണ് ഹൈക്കോർട്ട് ഇൻ കർണാടക. ഓക്കെ,
ഹൈക്കോർട്ട് ഓഫ് കർണാടക നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് സൂം ചെയ്ത് കാണിച്ചത് ക്യാമറമാൻ എൻ്റെ അളിയനാണ്, പുള്ളിക്കാരൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ കം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഫുള്ളായിട്ട് കറങ്ങി ഇതപ്പം എക്സിറ്റിലോട്ട് പോവുകയാണ്. ഇതാ ഫാമിലിയൊക്കെ ബാക്കിൽ നിന്ന് വരുവാണ്. ഇതിനകത്ത് ഫുള്ള് നടന്ന ഒരു ചെറിയ രീതിയിൽ ടയർഡൊക്കെ ആയി. എന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ ടയർഡ്നെസ്സും നമുക്ക് ഫീൽ ചെയ്തില്ല. ആക്ച്വലി കൊള്ളാം, സൂപ്പർ. ഗൈസ്, നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നതും അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നതുമാണ് നമ്മുടെ നാട്ടിലുള്ള സെക്രട്ടേറിയറ്റ് പോലെ ഇവിടെ കർണാടകയുടേതായിട്ട് കണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിധന സൗദ. ഒന്ന് കണ്ടു നോക്കി, അതിൻ്റെ ലുക്സും കാര്യങ്ങളൊക്കെ നോക്കിയോ ഗൈസ്. ഗൈസ്, നമ്മുടെ അവിടുത്തെ ഹൈക്കോടതിയാണെങ്കിൽ നമുക്ക് എറണാകുളത്ത് പോകണം. ഇതിപ്പോൾ ഇതാ ഹൈക്കോർട്ട് ഇവിടെ, സെക്രട്ടേറിയറ്റ് ഇതാ ഇവിടെ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു. കണ്ടില്ലേ, ഇതോ കാണുന്ന ആ ഒരു പോർഷനിൽ നിയമസഭയാണ്. എല്ലാം അടുത്താണ് ഗൈസ്. കേസൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ കർണാടക രാജ്ഭവനാണ്. കണ്ടല്ലോ, എവിടെയാണ് ഇവിടുത്തെ ഗവർണർ സ്റ്റേ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പം ഏകദേശം മണി 6 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പം ഇന്ദിരാഗാന്ധി മ്യൂസിക്കൽ ഫൗണ്ടൈനിൽ വന്നിട്ടുണ്ട്. മറിയാം, ഉഷാറല്ലേ? ആ, ഐഷുമ്പോ ഉഷാറോ. അതുപോലെ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ഫേമസ് ആണ്. ഇന്ദിരാഗാന്ധി മ്യൂസിക്കൽ ഫൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ട് 1-2 പേര് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ അകത്തോട്ട് കയറാൻ വേണ്ടി ഇത് പോവുകയാണ്. ടിക്കറ്റ് ഫെയർ ഉണ്ട് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു 30 രൂപ എന്തോ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളിലോട്ട് കയറി ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ സംഭവമാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എന്തായാലും കാണാം, കം. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോയപ്പോഴാണ് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ആർച്ച് കണ്ടത്, വെയിറ്റ് ടു ഫൗണ്ടൈൻ ഗാലറി ദിസ് വേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ആ വഴിയിലോട്ട് കയറി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് കുറേ അത്യാവശ്യം നല്ലൊരു ഗാലറി സെറ്റപ്പൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ കയറി കഴിഞ്ഞതും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം 7:15 ഒക്കെ ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് സെറ്റല്ലേ. അപ്പം മ്യൂസിക്കൽ ഫൗണ്ടേഷൻ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുവാണ്. അപ്പം നസിയാമ്മയുടെ അഭിപ്രായം ചോദിക്കാം. നസിയാമ്മ, ഹൗസ് ഇറ്റ്? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടില്ല, നേരത്തെ ഇറങ്ങും. ഓക്കെ. ഐഷുമ? സൂപ്പർ. സൂപ്പർ. മറിയാം? നോ സൂപ്പർ. അല്ലയാ, എങ്ങനെയുണ്ടായിരുന്നു? ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം പറയും. ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യം. സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ. പുള്ളിക്കാരൻ മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സതു, ഹൗസ് ഇറ്റ്? കുഴപ്പമില്ല. ഓക്കെ, ആവറേജ്. ഓക്കെ, എല്ലാവരും ആവറേജ് ആണ്. ടോട്ടലി കമ്പാരിസൺ പറയുവാണെങ്കിൽ ആവറേജ്. കൊള്ളാം, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത ഊബർ വിളിച്ചിട്ട് നേരെ മാളിലോട്ട് പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഉണ്ട്. സതു, ചുമ്മി, അല്ലയോ? ഓക്കെ. അതാ നസിയാമ്മ ഇവിടെ ഉണ്ട്. നസിയാമ്മ, ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 7 സീറ്റർ കാറ് ഊബർ ചെയ്തിട്ട് പോവുകയാണേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വിശേഷം മാളിൽ.
ഓരോ യാത്രകളും എന്നും നമുക്ക് മെമ്മറീസും കാര്യങ്ങളും തന്നുകൊണ്ടേയിരിക്കും. അതുപോലുള്ള ചില ബന്ധങ്ങളുടെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തമാശകൾ പോലും വലിയ സന്തോഷങ്ങൾ തരുന്നതുമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയിൽ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ലുലു മോളിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തുവാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുലു മോളിൻ്റെ ഫ്രണ്ട് എൻഡാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറുതൊക്കെയാണ്. എന്നാലും ആ ഉള്ള ഒരു ഫ്രണ്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഉള്ള സ്ഥലത്തിൽ അവർ അടിപൊളിയായിട്ടൊക്കെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഊബറിൽ നിന്ന് ഇറങ്ങുവാണ്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കർണാടകയിലാണ് എല്ലാ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ലുലു കൊള്ളാം, അടിപൊളി. ബാ, കയറിയ പോലെ തന്നെ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കമോൺ. അപ്പോൾ ഐസ്ക്രീമെ കുറിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഡേയുടെ പ്രോഗ്രാമാണ് ഗൈസ്. All toys are like 50% offers. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർസാണ്. ഇതെല്ലാം 1500 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ബിഗ് വണ്ണൊക്കെ അവൈലബിൾ ആണ്. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതും 1500 ആണ്. ഷൂസ് ഉണ്ട്, ടീഷർട്ട്സ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്. ഗൈസ്, അപ്പം ഞങ്ങൾ ലുലുവിൽ വന്നു. ഇനിയിപ്പം സ്റ്റുഡിയോയിൽ പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം മേളിലോട്ട് പോവാണ്. ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫൈനലി സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബാംഗ്ലൂർ സ്റ്റുഡിയോ തകർത്ത് എല്ലാവരും നോക്കുവാണ്. ഇത് പർച്ചേസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അറിയാം, പോസ്റ്റാണ്. പിള്ളേരും അവരുടേതായിട്ടുള്ള സൈസിനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം സതു ബൾക്കിന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോ എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം നമ്മുടെ അവിടുത്തെ പോലത്തെ ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുത്ത് കാണിക്കാത്തത് ഗൈസ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ അവിടുത്തെ പോലെ തന്നെയാണ്. നമ്മുടെ അവിടെ ഉള്ളത് തിരുവനന്തപുരത്ത് വലുതാണ്, മീൻസ് ഇത് വന്നിട്ട് ചെറുതാണ്, അത്രയേ ഉള്ളൂ. ലുലുമാളിനെ കുറിച്ച് ആക്ച്വലി ഒന്നും പറയാനില്ല. കാരണം നമ്മുടെ അവിടുത്തെ ലുലുമാളാണ് ബിഗ് വൺ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ലുലുമാളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇതാ പുറത്തോട്ട് പോവുകയാണ്. മീൻസ് ഇനി നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെപ്സിയും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇപ്പം നേരെ ഞങ്ങൾ പോയിട്ട് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അല്ലേ, ഓക്കെ അല്ലേ ഗൈസ്? ഞങ്ങളപ്പം അടുത്തൊരു ഊബർ കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ ലുലു മാൾ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും അടുത്തൊരു ഊബർ കണക്ട് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. സോ മെനി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനും പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും ഊബർ ബുക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. കാരണം ആക്ച്വലി ഇപ്പം ഞങ്ങൾ 7 സീറ്റിൻ്റെ വണ്ടി ബുക്ക് ചെയ്താണ് പോകുന്നത്. കംഫർട്ടബിളാണ്. പ്രൈസ് 2 ഓട്ടോയ്ക്ക് പിടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് അല്ലേ മറിയാം? കാറല്ലേ സൂപ്പർ? യെസ്. ഐഷുമ കാർ സൂപ്പർ. ഓക്കെ. അറിഞ്ഞ ഞങ്ങളിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞു ചോദിച്ചോ. ഫ്രണ്ട്സ് എന്ത് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്? ഐ മീൻ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ? ഇല്ല ഇവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. ഇവിടുത്തെ ഒരു ഉടുപ്പി ലൈക്ക് ആ ഒരു രീതിയിലുള്ള ഹോട്ടലിലാണ്. ഓക്കെ. താങ്ക് യു ബൈ ഗൈസ്. ഞങ്ങൾ ബട്ടർ നാണും പിന്നെ ഇതെന്താണ് ഐറ്റം? പനീർ ബട്ടർ മസാല. ഇത് ഓക്കെ. ഫുഡ് ഓക്കെ അല്ലേ? സതു ചുമി ഡബിൾ ഓക്കെ. ഓക്കെ എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യാം. വെയിറ്റ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ രാത്രിയുള്ള ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇതാ റൂമിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു മസ്ജിദ് ഞാൻ ജുമാക്ക് കാണിച്ചെന്ന് കണ്ടിട്ടുണ്ടാവും. ആ മസ്ജിദിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്, ഒരു പ്രത്യേകത ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ. إيه كل ده أنا قلبي ده أنا حالي مش تمام يا حبيبي مش بنام حاسي بيا يا كميل أيوة يا كميل حبيبي نصيبي. രാത്രി സമയം കണ്ടില്ലേ? 10-15 ഐറ്റം അച്ചാറാണ്. അതുപോലെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുവാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വൈബാണ്. കാരണം ഞാൻ അത് അളിയെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. എന്താണ് അളിയെ ഫീൽ ചെയ്തത്? അതായത് നമ്മളിവിടെ രാത്രി 10 മണി കഴിഞ്ഞിട്ടും ഇവിടെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് ഒതുങ്ങുന്ന സമയമാണ് ഇവിടെ. അങ്ങനെയുള്ള നേരെ മറിച്ചാണ് ഇപ്പോഴും തുടങ്ങിയിട്ടുള്ള അതായത് ഇപ്പോഴും ആൾക്കാർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇപ്പോഴും ആൾക്കാർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മണി ഇപ്പം തന്നെ ഏകദേശം 10 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കാര്യം. അത് പള്ളിയിലുള്ള പ്രോഗ്രാം എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ രാത്രി എന്തോ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും പരിപാടിയൊക്കെ ആയിട്ട് ആൾക്കാർ തിരക്കിലാണ്. ഓക്കെ. അതുപോലെ കമ്മല് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ആൻറ്റിയാണ്. എല്ലാം നല്ല ചീപ്പ് റേറ്റാണ്. കമ്മലുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ മൊബൈലിൽ ചാർജ് വളരെ ലോ ആയിരുന്നു. പിന്നെ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. അവരെല്ലാവരും റൂമിൽ മീൻസ് ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എല്ലാവരും ഓൾറെഡി ഇന്ന് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെല്ലാം ടയർഡായിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ അളിയനും കൂടി അളിയാ ചുമ്മാ ഇങ്ങനെ നടന്നൊരു ബ്ലാക്ക് ടീ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സുലൈമാനിയെ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കാന്നുള്ളൊരു വൈബിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കാണാം. അപ്പോൾ സമയം ഏകദേശം 1 സംതിങ് ആയി.
അപ്പം ഇവിടെ ബ്ലാക്ക് ടീ അവൈലബിൾ ആണോ എന്നൊന്നും അറിയില്ല, നോക്കാം. ഇവിടുത്തെ ഒരു മെയിൻ ചായ സ്പോട്ടാണ്, ചെറിയൊരു ചായ സ്പോട്ടാണ്. ഓംലേറ്റ് അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അളിയൻ കോഫി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ചായ വരും ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം ഇങ്ങനെ ചുമ്മാ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അളിയനായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. കൊള്ളാം. ഇവിടെ നൈറ്റായി കഴിഞ്ഞാലും അത്യാവശ്യം കുറച്ച് ആൾക്കാരെങ്കിലും പുറത്തൊക്കെ ഉണ്ട്. അടിപൊളി ഒരു നഗരം തന്നെയാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ മെയിൻ സെന്ററിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും. ഒരാള് ചാടി പോകുന്ന കണ്ടോ ഗൈസ്. ഇതിവിടുത്തെ ഇലക്ട്രിക് ബസ്സാണ്. കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി കളറും കൂടിയാണ്. സൂപ്പർ അല്ലേ? എല്ലാം ഓട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇതാ ചെറിയൊരു വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ അടുത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കി റൂമിൽ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ടാറ്റാ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിയാസ് മോർണിംഗ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലായ നിയാസ് മോർണിംഗ് വ്ളോഗ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടണൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഓക്കെ, ബൈ.